എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇതുവരെയും സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന, കമന്റ് ഇടുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിൽ നിന്ന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കേട്ടോ. നേരത്തെ കിടന്ന് നേരത്തെ എണീക്കലാണ് കേട്ടോ എൻ്റെ ഒരു പതിവ് ശീലം. പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ആ പതിവ് ശീലത്തിൽ നിന്ന് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. ഫോണിൻ്റെ ഉപയോഗം എനിക്ക് വളരെയധികം കൂടിയിട്ടുണ്ട്. അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഉണ്ട് കേട്ടോ. അപ്പം വീണ്ടും പഴയ പോലെ ഒരു റുട്ടീനിലേക്ക് എനിക്ക് തിരിച്ചു പോകണം, അല്ലെങ്കിൽ ആകെ പ്രശ്നമാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് എണീക്കാൻ നേരം വൈകി, ഏട്ടന് നേരത്തെ ജോലിക്ക് പോകണം കേട്ടോ. അപ്പോൾ ഞാൻ തിരക്ക് പിടിച്ച് എന്താ പറയുക, കറികളൊക്കെ ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഇന്ന് പടവലങ്ങ കറിയും അതുപോലെ തന്നെ ചീര കറിയും ഉണ്ടാക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം എണീറ്റിട്ട് ഞാൻ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നേരം വൈകി എണീറ്റ് ആ വെപ്രാളത്തില് വെള്ളമൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴാണ് വെള്ളം കുടിക്കുന്നത്. അപ്പം എന്താ പറയുക, രാവിലെ എണീറ്റിട്ട് എല്ലാവരും ഒരു ലൂക്ക് വാം വാട്ടർ കുടിക്കുന്നത് നല്ലതാണ്. ഞാൻ അരിയും മറ്റു സാധനങ്ങളൊക്കെ ഈ ഒരു പാത്രത്തിലാട്ടോ വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ 1.5 ഗ്ലാസ് അരിയാണ് 3 നേരത്തേക്കും വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇത് ഞങ്ങൾക്ക് ധാരാളമാണ് കേട്ടോ. പിന്നെ ഇത് കുറച്ച് നേരം ഒന്ന് കുതിർത്ത് വെക്കണം. അപ്പോഴേക്കും നമുക്ക് ചായ കുടിക്കാം. ഞാനിപ്പോൾ എനിക്കുള്ള ചായ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മോനും ഏട്ടനും എണീറ്റിട്ടില്ല. അപ്പം ഞാനിനി കുറച്ച് നേരം റിലാക്സ് ചെയ്ത് മൊബൈലൊക്കെ ഒന്ന് നോക്കി ചായ കുടിക്കുകയാണ്. എൻ്റെ ചായ കുടി കഴിഞ്ഞപ്പോഴേക്കും ഏട്ടൻ എണീറ്റ് വന്നു കേട്ടോ. അപ്പോൾ ഏട്ടനും ചായ കൊടുത്തു. പിന്നെ അപ്പം തന്നെ കൈയോടെ ആ ചായ കുടിച്ച പാത്രങ്ങളും ചായ വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. അല്ലെങ്കിൽ ഇതിങ്ങനെ കുന്നുകൂടി കിടന്നിട്ട് നമുക്ക് മടിയാവും കഴുകാനായിട്ട്. കുറേ പാത്രങ്ങൾ കാണുമ്പോഴേ എനിക്ക് മടിയാവും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അരി ഒന്ന് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അരി ഒന്ന് 2-3 വട്ടം കഴുകി എടുക്കണം. ഞാൻ മുൻപ് 2 വട്ടം കഴുകി വെച്ചതാണ്. ഇത് പൊന്നി റൈസാണ് കേട്ടോ. പെട്ടെന്ന് വേവും, അധികം വേവൊന്നുമില്ല. ആദ്യം ഞാൻ മട്ടയാണ് മേടിക്കാറ്. മട്ട വേവാനായിട്ട് ഭയങ്കര പ്രയാസമാണ്. പിന്നെ ഇതിലേക്ക് മാറി. പൊതുവെ വീട്ടമ്മമാർക്ക് എല്ലാ ദിവസവും ഒരേ കാര്യങ്ങളും ഒരേ റുട്ടീനും തന്നെ ചെയ്യുമ്പോൾ ബോറടിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ബോറടിക്കാതിരിക്കാനായിട്ട് ഞാനൊരു എളുപ്പമാർഗം പറയാം. ആ ടെക്നിക്കിനെ ക്ലോസ് വാച്ചിങ് എന്നാണ് പറയുക. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും വളരെയധികം സ്നേഹത്തോടു കൂടി ആസ്വദിച്ച് ആ പ്രവൃത്തി അറിഞ്ഞൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ ഏതൊരു പ്രവൃത്തിയും നമുക്ക് ആസ്വാദ്യകരമായി തോന്നും കേട്ടോ. ഇതൊന്ന് പ്രാവർത്തികമാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ സ്ഥിരം ചെയ്യുന്നതിലൂടെ നമുക്കത് എന്താ പറയുക, കൈവരിക്കാൻ പറ്റും. അതായത് ഏതൊരു പ്രവൃത്തി ആസ്വദിച്ച് സ്നേഹത്തോടെ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളൊരു ഈ ചീര കട്ട് ചെയ്യാൻ തന്നെ ഇരിക്കട്ടെ. അപ്പം ആ ചീരനൊക്കെ ഒന്ന് എടുത്ത് നോക്കി അതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് അതിൻ്റെ കളറൊക്കെ ഒന്ന് ആസ്വദിച്ച് നമ്മളത് ചെയ്യുകയാണെങ്കിൽ, കൂടുതൽ അടുത്തെറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് രസകരമായി തോന്നും. അപ്പോൾ ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചീരയാണ് കേട്ടോ. തീരെ എന്താ പറയുക, പുഴുക്കുത്തുകളോ മണ്ണോ ഒന്നും അധികം തന്നെ ഇല്ലാത്ത ചീരയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരുപാട് കെമിക്കൽസ് അടിച്ചിട്ടുണ്ടാവും എന്നാണ്. കുറച്ചൊക്കെ പുഴുക്കുത്തുള്ള ചീരകളാണ് നല്ലത്. അതിൻ്റെ അർത്ഥം എന്താ പറയുക, കെമിക്കൽസ് അടിക്കാത്തതാണ്. കെമിക്കൽസ് അടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ പുഴുകളൊക്കെ ചത്തുപോകുമല്ലോ. അപ്പോൾ കുറച്ചൊക്കെ പുഴുക്കുത്തുള്ള ചീരകളാണ് നല്ലതെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. അറ്റ്ലീസ്റ്റ് ഒരു തംസപ്പ് എങ്കിലും ഇടാൻ മറക്കരുത്. എന്താ പറയുക, അതെനിക്ക് ഒരുപാട് ഉപകാരമായിരിക്കും. ഞാൻ ചെയ്യുന്നതിൽ ക്വാളിറ്റി ഉണ്ട് എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടാവും. പിന്നെ വീണ്ടും വീണ്ടും ചെയ്യാനുള്ളൊരു പ്രോത്സാഹനവും ആവും. അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോണത് പരിപ്പും ചീരയും കറിയാണ് കേട്ടോ. ഏട്ടന് കൂടുതലും ഇഷ്ടം വെജിറ്റബിൾസ് ആണ്. ഈ പരിപ്പും ചീരയും പടവലങ്ങയൊക്കെ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബാക്കി ദിവസങ്ങളിൽ മിക്കവാറും ചിക്കനും മീനും ഒക്കെ മേടിക്കും. അത് വീക്കെൻഡിലാട്ടോ കൂടുതൽ വാങ്ങാറ്. പിന്നെ നമ്മൾ ഗൾഫിലൊക്കെ താമസിക്കുമ്പോൾ
നോൺ വെജ് ഐറ്റംസ് ആയിരിക്കുമല്ലോ കൂടുതലൊക്കെ കഴിക്കുക. അപ്പോൾ നമ്മൾ മാക്സിമം നാര് ഉൾപ്പെടുന്ന ഭക്ഷണങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത് അത്രയും നല്ലതാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയുടെ അരി എന്നും പറഞ്ഞ ഇവിടെ മേടിക്കാൻ കിട്ടും, അതാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഒരു ഗ്ലാസ് ഇഡ്ഡലിയുടെ അരി. അതന്നെയാണോ ഈ പച്ചരി? എനിക്ക് കുറച്ച് കൺഫ്യൂസിങ് ആണ് കേട്ടോ ഈ പച്ചരി ഇഡ്ഡലിയുടെ അരി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഉഴുന്ന് അര ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഒരു സ്പൂണ് ഉലുവയും കൂടി ചേർത്തിട്ടാണ് അരച്ച് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നല്ല ചൂടല്ലേ, അപ്പോൾ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആൻഡ് പഞ്ഞി പോലത്തെ ഇഡ്ഡലി നമുക്ക് കിട്ടും കേട്ടോ. ഇഡ്ഡലി പാത്രത്തിൻ്റെ താഴെ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഞാൻ നെയ്യ് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് കൈകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത്. ഇവിടെ ബ്രഷൊന്നും ഞാൻ മേടിച്ചിട്ടില്ല. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഈ ബ്രഷൊക്കെ വരുന്നേക്കാളും മുമ്പ് അമ്മമാർ കൈകൊണ്ട് തന്നെയാണല്ലോ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം എൻ്റെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു മിനിമലിസ്റ്റിക് ലൈഫാണ് കേട്ടോ. അല്ലാണ്ട് ആർഭാടങ്ങളും കാര്യങ്ങളൊന്നും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഞാൻ വീണ്ടും പറയാണ്, മറ്റ് ചാനലുകളിൽ നിന്ന് ഇത് വ്യത്യസ്തമാണ്. ഇതൊരു സാധാരണ കുഞ്ഞു ഫാമിലി, അതായത് ഞാൻ ഒരു സാധാരണക്കാരിയാണ്, ഞാൻ കൊണ്ടുപോകുന്ന ഒരു ചാനലാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുകയാണ് ഈ ഒരു കാര്യം. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പരിപ്പ് വേവിക്കാൻ വെച്ചതിൽ വിസിലൊക്കെ വന്നു. അപ്പോൾ ഞാൻ ഇറക്കി വെക്കുകയാണ്. ചോറിൽ തിളച്ച് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. പരിപ്പ് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചീര അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ചൂട്ടത്ത് വെക്കുകയാണ്. വിസിലൊന്നും വരുത്തുന്നില്ല. ചീരയ്ക്ക് വേവ് കുറവായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ആയി വന്നോളൂ കേട്ടോ. ഇനി നമ്മൾ ഇഡ്ഡലിക്കുള്ള ചമ്മന്തി അരയ്ക്കുകയാണേ. ചമ്മന്തിയുടെ റെസിപ്പിക്ക് എല്ലാവർക്കും അറിയാലോ. നാളികേരവും പച്ചമുളകും പുളിയും ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. നന്നായിട്ട് അരക്കണില്ല, ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. പിന്നെ കടുക് താളിക്കുക. അപ്പോൾ ഒരു പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എരിവ് ഇത്തിരി കുറവാണെന്ന് തോന്നിയ കാരണം കൊണ്ട് കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കുകയാണ്. അപ്പോൾ ഒരു കളറും കൂടി കിട്ടുമല്ലോ. പിന്നെ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടിയും ചേർക്കും കേട്ടോ. എനിക്ക് എന്താ പറയുക, ഉപ്പും പുളിയും മധുരവും എല്ലാം കൂടി ചേരുന്ന ഒരു ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു പാനിപ്പൂരി ഫാനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാനിപ്പൂരി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഏട്ടന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാനും കഴിക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, എനിക്ക് രാവിലെ എണീക്കുമ്പോൾ ചില ദിവസങ്ങളിൽ നല്ല വിശപ്പുണ്ടാവാറുണ്ട്. അപ്പോൾ ഒരു 5 എണ്ണം ഏട്ടനും 4 എണ്ണം ഞാനും കഴിച്ചിട്ടോ. ഇനി മോന് വേണ്ടിയുള്ളത് സെപ്പറേറ്റ് ഉണ്ടാക്കണം. ഇഡ്ഡലിയൊക്കെ കഴിച്ച് വരുമ്പോഴേക്കും നമ്മുടെ ചോറ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് വാർത്തെടുക്കുകയാണ്. എനിക്ക് ഈ വാർക്കൽ പരിപാടി ഭയങ്കര പേടിയുള്ള കാര്യം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പണ്ട് എൻ്റെ ഒപ്പം വർക്ക് ചെയ്തിരുന്ന ഒരു കുട്ടി ഇതുപോലെ ചോറ് വാർത്തപ്പോഴേ അവളുടെ വയറിൻ്റെ ഭാഗത്തേക്ക് ഈ ചൂടുവെള്ളം വീണിട്ട് വലിയൊരു അപകടം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കൊളീഗായിരുന്നു അഞ്ജന എന്ന് പറഞ്ഞിട്ടൊരു ടീച്ചർക്കായിരുന്നു ഇങ്ങനൊരു എന്താ പറയുക അപകടം പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് എപ്പോൾ ചോറ് വാർക്കുമ്പോഴും ആ ഒരു കാര്യം ഓർമ്മ വരും കേട്ടോ. ഇതിപ്പോൾ ഞാൻ അവിടെ നിന്ന് പോന്നിട്ട് കുറേ വർഷമായി, എന്നാലും എനിക്ക് ഇപ്പോഴും ആ ഒരു ഓർമ്മ എനിക്ക് വരാറുണ്ട്. എന്താണെന്നറിയില്ല. ഇപ്പം ഞാൻ എന്താ പറയുക, ഈ പരിപ്പും ചീരയും വെച്ചതിലേക്ക് ഒന്ന് നാളികേരമൊക്കെ ചേർത്ത് ഒന്ന് ഉള്ളി മൂപ്പിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. സംഭവം കാണാൻ വലിയ ലുക്കില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഡയറ്റിൽ ഈ ഇലക്കറികളൊക്കെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ല കാര്യമാണ്. ഇനി ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ കൂട്ടാനായ പടവലങ്ങ ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇന്ന് നാളികേരം ഭയങ്കര ചിലവാട്ടോ. ചട്നിയിലേക്ക് എടുത്തു, പരിപ്പും ചീരയിലേക്ക് എടുത്തു, ഇപ്പോൾ ആ പടവലങ്ങയിലേക്ക് എടുക്കുന്നു. അപ്പോൾ ഇന്ന് നാളികേരം കൊണ്ടൊരു 5 കളിയാണ്. അപ്പോൾ നാളികേരത്തിന് ഈ ചെറിയ നാരും പിന്നെ ചിരട്ടയുടെ പൊട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം, അല്ലെങ്കിൽ പല്ല് പോണ വഴി നമ്മൾ അറിയാണ്ട് കടിക്കുമ്പോഴേ
അപ്പോൾ പടവലങ്ങി വെച്ചതിൽ ഇത്തിരി വെള്ളം കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ആകെ ഒരു പച്ചമയാണ്, പച്ച കറികളാണ് ഇന്നത്തെ നമ്മുടെ തീം. പടവലങ്ങ പച്ച, പരിപ്പും ചീരയും പച്ച, അപ്പം അങ്ങനെ ആകെ ഒരു പച്ചമയം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ രാവിലെ 5:45 തൊട്ട് ഒരു 8:30 വരെയുള്ളതാണ് കേട്ടോ കാണിക്കണത്. ഇതിനും കൂടുതൽ കാണിക്കണമെന്നുണ്ട്, പക്ഷെ ഫോണിലെ മെമ്മറി ഒരു പ്രശ്നമായതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഏട്ടന് കൊണ്ടുപോകാനുള്ള ഭക്ഷണമൊക്കെ നമ്മൾ എന്താ പറയുക പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഏട്ടൻ പോകാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇത് കൊടുക്കലാണ്. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.